ചരിത്രത്തിൽ ചില മനുഷ്യർ സാധാരണ ആളുകളല്ല, അവർ സമയം മറികടന്ന് ജീവിച്ചവരാണ്. അത്തരം ഒരാളാണ് ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹം ഒരു ചിത്രകാരനാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു എഞ്ചിനീയറാണ്. അതൊന്നുമല്ലാതെ അദ്ദേഹം ഒരു രഹസ്യ സംഘത്തിന്റെ അംഗമാണോ? അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കോഡുകൾ, അദ്ദേഹത്തിന്റെ നോട്ട്ബുക്കുകളിൽ മറച്ചുവെച്ച അറിവുകൾ, ഇവയൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടെത്തുവാൻ പോകുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ആകുന്നു. ആയിരത്തി 452 ഡാവിഞ്ചി ജനിച്ചു. ഒരു സാധാരണ മനുഷ്യനായി അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഇന്നും ലോകത്തെ ഏറ്റവും വലിയ വിലയേറിയ ചിത്രങ്ങളാണ്. മൊണാലിസ, ദ ലാസ്റ്റ് സപ്പർ എന്നിങ്ങനെ തുടങ്ങുന്നു അവ. പക്ഷേ അദ്ദേഹം അവയിലെല്ലാം എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബുക്കുകൾ വായിക്കാൻ ഒരു കണ്ണാടി വേണം. മിറർ റൈറ്റിംഗ് എന്ന രീതിയിലാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ട്? അതിന് ചരിത്രകാരന്മാർ പറയുന്നത് 3 തിയറികൾ ആകുന്നു. ഒന്നാമത്തെ തിയറി ലെഫ്റ്റ് ഹാൻഡ് ആയതിനാലാകുന്നു എന്നാണ്. രണ്ടാമത്തെ തിയറി അദ്ദേഹം തന്റെ അറിവ് മറച്ചു വെക്കുവാൻ ശ്രമിച്ചു എന്നാണ്. മൂന്നാമത്തെ തിയറി ഡേഞ്ചേഴ്സ് ആയ ഐഡിയാസ് പ്രൊട്ടക്ട് ചെയ്യുവാൻ ആകുന്നു എന്നാണ്. എന്നാലും ഒരു ചോദ്യം ബാക്കി, അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചു വെച്ചത്? ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം ഒരു സാധാരണ ഭക്ഷണ രംഗമല്ല. ചിലർ പറയുന്നത് ജീസസിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി മേരി മാഗ്ഡലിൻ ആണോ? ജീസസ് ക്രൈസ്റ്റിന്റെയും ഇദ്ദേഹത്തിന്റെയും ഇടയിൽ വി ഷേപ്പ്. ആ വി ഷേപ്പ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഡിവൈൻ ഫെമിനൻ സിംബൽ ആണോ? ഇതൊരു പെയിന്റിംഗ് മാത്രമല്ല, ഇതൊരു കോഡാണെന്ന് പലരും വിശ്വസിക്കുന്നു. പിന്നെ മൊണാലിസ, ഈ സ്ത്രീയുടെ ചിരി ലോകത്തിൽ ഇന്നും ആശ്ചര്യപ്പെടുത്തുന്നു. പക്ഷേ അവൾ ആരാകുന്നു? ഈ ചോദ്യത്തിന് ശാസ്ത്രലോകം കണ്ടെത്തിയ മറുപടി ഫ്രാൻസിലെ ഒരു വ്യാപാരിയുടെ ഭാര്യയാകുന്ന ലിസ ഗയാർഡിനി എന്ന സ്ത്രീയാകുന്നുവെന്നും, അതുമല്ല രണ്ടാമതായി കണ്ടെത്തിയ തിയറി ഫേസ് അനലൈസ് ചെയ്ത് ശാസ്ത്രം പറയുന്നത് മൊണാലിസയും ഡാവിഞ്ചിയും തമ്മിൽ സ്ട്രൈക്കിംഗ് സിമിലാരിറ്റി ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം ചിത്രം തന്നെയാണോ? ഡാവിഞ്ചിയുടെ നോട്ട്ബുക്ക് തുറന്നാൽ ഹെലികോപ്റ്ററിന്റെ ഡിസൈൻ, ടാങ്ക്, ഫ്ലൈയിങ് മെഷീൻസ് എന്നിവയെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ 500 വർഷങ്ങൾക്ക് മുൻപ് ഇതൊക്കെ എങ്ങനെ? അദ്ദേഹം ഫ്യൂച്ചർ കണ്ടോ? അല്ലെങ്കിൽ ലോസ്റ്റ് ഏൻഷ്യൻ ടെക്നോളജി അറിഞ്ഞോ? ചില കോൺസ്പിറസി തിയറികൾ പറയുന്നത് ഡാവിഞ്ചി ഒരു രഹസ്യ സംഘത്തിന്റെ ഭാഗമായിരുന്നു. പ്രയോറിറ്റി ഓഫ് സിയോൺ എന്നാണ് ഈ സംഘടനയുടെ പേര്. ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവരെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഡാവിഞ്ചി ഒരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ഗാർഡിയൻ ഓഫ് സീക്രട്ട് കൂടി ആയിരുന്നു. ഡാവിഞ്ചി ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്തകൾ മനുഷ്യരുടെ പരിധിക്ക് പുറത്തായിരുന്നു. അദ്ദേഹം ഒളിപ്പിച്ച രഹസ്യങ്ങൾ ഇന്നും നമ്മൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ജീനിയസ് ആണോ അദ്ദേഹം, അതോ ടൈം ട്രാവലർ ആണോ, സീക്രട്ട് കോഡ് മാസ്റ്റർ ആണോ? കമന്റ് ചെയ്യുക. ഇത്തരത്തിൽ കൂടുതൽ നിഗൂഢതകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്.